സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൂപ്പർ ലീഗ് കേരളയുടെ മാച്ച് നമ്പർ 20 ഏഴാം റൗണ്ട് മാച്ച് നമ്പർ 20 ആതിഥേയരായ തൃശൂർ മാജിക് FC നേരിടുന്നു വിരുന്നുകാരായ കാലിക്കറ്റ് FC. ആവേശഭരിതമായ മറ്റൊരു സൂപ്പർ ലീഗ് കേരള പോരാട്ടത്തിലേക്ക് തൃശൂരിന്റെ മണ്ണിലേക്ക് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്യുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ, എന്നോടൊപ്പം മുൻ ഫുൾ ബാക്ക് ബിനീഷ് കിരൺ. ആദ്യ കോർണർ അർജുന്റെ കോർണർ. പോസ്റ്റിലേക്ക് വന്ന കോർണറിൽ അലക്സിസ് സോസ. കോർണർ എടുത്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാവരും പോസ്റ്റിന്റെ അകത്താണ്. ബോക്സിന്റെ വെളിയിലാണ് പന്ത്. ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ്, വളരെ മികച്ച അറ്റംപ്റ്റ് എന്ന് പറയാം, പക്ഷെ ടാർഗറ്റിലേക്ക് വെക്കാൻ സാധിക്കില്ല. സോ വെൻ യു ആർ ട്രൈയിങ് ഫോർ ലോങ് റേഞ്ചസ്, നല്ലൊരു മുന്നേറ്റം ഫോർ കാലിക്കറ്റ്. വാട്ട് എ ചാൻസ്, വാട്ട് എ ചാൻസ്. അത് പറഞ്ഞപ്പോൾ അത് ഗോൾ കൂടി വന്നിരുന്നെങ്കിൽ അതൊന്ന് പൂർണ്ണമായി മാറുമായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ എന്താ പറയുക കമൻസ്. അവിടെ എനിക്ക് തോന്നുന്നു മാച്ച് കമ്മീഷനുമായിട്ടൊരു ചർച്ച നടക്കുന്നത് കാണാം. ജസ്റ്റ് ഇപ്പോൾ റെഫറിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുകയാണ്. മുഖ്യ റെഫറി അജയ് കൃഷ്ണൻ, സാങ്കേതികമായ എന്തോ കാരണമാണ് അജയ് കൃഷ്ണൻ മാറി. ലോങ് റേഞ്ചർ അഗെയിൻ, കാലിക്കറ്റിന്റെ ലോങ് റേഞ്ചർ അഗെയിൻ. ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. എനിക്കൊന്നും എൻ്റെ കമൻട്രി ലൈഫിൽ, എനിക്കൊന്നും ഷൈജുവേട്ടൻ്റെ കമൻട്രി ലൈഫിൽ ആദ്യമായിട്ടായിരിക്കുമല്ലേ നമ്മളൊരു റെഫറി സബ്സ്റ്റിറ്റ്യൂഷന് കമൻട്രി പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും റെഫറിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുമെന്നുള്ള നമ്മളെ പ്രേക്ഷകർ കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. മിസ് പാസ്. ഇവാൻ മാർക്കോവിച്ച് ഗോൾ കീപ്പർ സ്ഥാനം തെറ്റി നിൽക്കുകയായിരുന്നു. ആൻഡ് അഗെയിൻ ചാൻസ്. മുന്നിലേക്ക് വന്ന മറ്റൊരു പ്ലെയർ നവീൻ കൃഷ്ണ. ഗോൾ കീപ്പർ തട്ടിയിട്ട പന്തിലേക്ക് നവീൻ കൃഷ്ണ മാഞ്ഞെടുക്കുന്നു, പക്ഷേ രക്ഷപ്പെടുന്നു. അവിടെ ഹജ്മൽ സക്കീർ, കാലിക്കറ്റിന്റെ ഗോൾ കീപ്പർ, മുന്നിലേക്ക് കയറി നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിന്റെ സെർബിയൻ സ്ട്രൈക്കർ തനിക്ക് കിട്ടിയ ഒരു അവസരത്തെ കൃത്യമായി പോസ്റ്റിലേക്ക് വെക്കുന്നത്. സോസയുടെ ഓവർഹെഡ് പാസ്. ബ്രില്യന്റ് അറ്റംപ്റ്റ്, നല്ലൊരു ഹെഡർ അറ്റംപ്റ്റ് തന്നെയാണ്. ഒരു ഓവർഹെഡ് പാസ് വരികയാണ്. അത് ഡി ടോപ്പിൽ നിന്നുകൊണ്ട് തന്നെ പെനാൾട്ടി ബോക്സിന്റെ എഡ്ജിലാണ്. ഐ തിങ്ക് അച്ഛൽ തന്നെയാണ് തോന്നുന്നു ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നവംബർ 21 തിരുവനന്തപുരം കൊമ്പൻസിന് നിർണായകമായ മത്സരമാണ് ഇവിടെ തൃശ്ശൂരിനെതിരെ. നല്ല അറ്റംപ്റ്റ് എന്ന് പറയാം, പക്ഷേ അതിനേക്കാൾ മികച്ച അവസാനത്തെ സ്ട്രെച്ചിൽ കട്ടിമണിയത് സെക്കൻഡ് പോസ്റ്റിലേക്ക് പോയി പന്ത് പിടിച്ചെടുക്കുന്നു. പന്തുമായി കെവിൻ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നു തൃശ്ശൂരിന് വേണ്ടി. കെവിൻ ആ പന്ത് ഇടത്തേക്ക് നീട്ടി ഓവർ ഹെഡ് ബോൾ ഇടുന്നു. ഇവാൻ മാർക്കോവിച്ചിന്റെ നല്ല ഫസ്റ്റ് ടച്ച്. മാർക്കോവിച്ച് ബ്രില്യന്റ്, നല്ല രീതിയിൽ ഗംഭീര ഫസ്റ്റ് ടച്ച്. പന്തെടുത്ത് റൈറ്റ് ഫുട്ടിലേക്ക് മാറ്റി ഒരു എന്താ പറയുക ആംഗുലർ ഷോട്ടാണ്. പെനാൽറ്റി ബോക്സിന്റെ ഡി ടോപ്പിന്റെ മൂലയിൽ നിന്ന് വെച്ച ആംഗുലർ ഷോട്ട്, പക്ഷേ പന്ത് സെക്കൻഡ് പോസ്റ്റ് മറികടന്ന് വെളിയിലേക്ക്. ഏതായാലും സർപ്രൈസ് ചേഞ്ച്, പ്ലാൻ ബി എന്ന് പറയുന്നേക്കാൾ നല്ലത് പ്ലാൻ പി, പ്ലാൻ പ്രശാന്ത് എന്ന് പറയുന്നതായിരിക്കും നല്ലൊരു അവസരം. ബുവാസോ ആൻഡ് ഐ തിങ്ക് ഓഫ് സൈഡ്. പക്ഷെ ബുവാസോ ഒരു എന്താ ഓക്വേർഡ് പൊസിഷനിലാണ്. കാരണം ബുവാസോ പോസ്റ്റിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. മാത്രമല്ല ഡിഫൻസിന്റെ നല്ല ചാലഞ്ച് ഉണ്ട് ആ സമയത്ത്. നല്ലൊരു കോൺടാക്ട് കിട്ടുകയാണെങ്കിൽ മികച്ചതാവുമല്ലോ. സോ ഇടവേള വിസിൽ മുഴങ്ങുന്നു തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 20 ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഗോളുകളൊന്നും സ്കോർ ചെയ്യാതെ കളി ഗോൾ രഹിത സമനിലയിൽ നിൽക്കുകയാണ്. ഹാഫ് ടൈം ഹിയർ ഇൻ ദ കോർപ്പറേഷൻ സ്റ്റേഡിയം ഇൻ തൃശൂർ. It is the home team തൃശൂർ മാജിക് FC 0 and Calicut FC 0. കാത്തിരിക്കാം നമുക്ക് രണ്ടാം പകുതിക്ക് വേണ്ടി. സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക്. സൂപ്പർ ലീഗ് കേരളയുടെ 20ാം നമ്പർ മത്സരത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തൃശൂർ മാജിക് 0 കാലിക്കറ്റ് FC 0. ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ നിൽക്കുകയാണ് ഈ മത്സരം. ആദ്യ പകുതി ഗോൾ രഹിതമാണ്. രണ്ടാം പകുതിയിൽ ഈ ഗാലറി കാത്തിരിക്കുന്ന ഗോൾ വരുമോ? അത് തൃശ്ശൂരിൻ്റെതായിരിക്കുമോ കാലിക്കറ്റിൻ്റെതായിരിക്കുമോ? തൃശ്ശൂരിൻ്റെ നല്ലൊരു മുന്നേറ്റം. ഇവാൻ മാർക്കോവിച്ച് ഇടത്ത് കാലുകൊണ്ടായിരുന്നു അടിക്കേണ്ടിയിരുന്നത്, പക്ഷേ ദുർബലമായ ഒരു അടി ഫ്രം ഇവാൻ. പക്ഷേ അവിടെയും ആ ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആസിഫിന് പറ്റുന്നില്ല. ആസിഫ് ഒരു ഫൗളിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് അവിടെ അവസാനം പറയുന്നത്, വെക്കുന്നത്. നല്ലൊരു ത്രൂ. അച്ഛൽ
കാലിക്കറ്റിന് ഈ മത്സരത്തിൽ കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ടഫായിട്ടാണ് രണ്ടുപേരും അവിടെ പിടിച്ച് വലിക്കുകയാണ് വിപിനെ. ഒടുവിൽ ലേറ്റ് കോളാണ് റെഫറിയുടെ. യെല്ലോ കാർഡ് വെളിയിലെടുക്കുന്നത് അതൊരു ഡിസർവിംഗ് യെല്ലോ കാർഡാണ്. യെല്ലോ കാർഡ് ഫോർ ദ കാലിക്കറ്റ് ജേഴ്സി നമ്പർ 19. മാർക്കോവിച്ച് നല്ലൊരു ത്രോ ഇൻസൈഡ് ദ ബോക്സ് ആൻഡ് ഇൻസൈഡ് ദ ബോക്സ്. ഓ, ഓഫ്സൈഡ് കോൾ. ആ ഫ്രീ കിക്ക് എടുക്കുന്ന തന്നെ ക്രോസ് വരുന്നു. ഷമാസ് ഫെഡറിക്കോ ബുവാസോ പൂരനഗരിയിലെ പുരുഷാരം സാക്ഷി തെക്കിൻകാടിനെ വിഴുങ്ങുന്നു. മാനാഞ്ചിറ മസ്തകമുയർത്തി തുമ്പിയാട്ടി ചെവിവട്ടം പിടിച്ച് കാലിക്കറ്റ് തെക്കോട്ടിറങ്ങി വരുമ്പോൾ തൃശൂർ റൗണ്ടിനേക്കാൾ ആരവം ഇപ്പോൾ മിഠായി തെരുവിൽ കേൾക്കാം. സൂപ്പർ ലീഗ് കേരളയുടെ 20ാം പൂരനാളിൽ ഇതാ കാലിക്കറ്റിന്റെ അമിട്ട് പൊട്ടുന്നു. ഇറ്റ്സ് കാലിക്കറ്റ് FC 1 ആൻഡ് തൃശൂർ മാജിക് 0. 90ാമത്തെ മിനിറ്റിനെ തൊടും. വന്നിരിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. കാരണം സെറ്റ് പീസിന് വേണ്ടിയിട്ടാണ് കോർണർ കിക്ക്, അതുപോലുള്ള ലോങ് ബോളുകളായിരിക്കും ഇനി തൃശ്ശൂർ മാജിക് FC കളിക്കാൻ പോകുന്നത്. നെൽസൺ ആൽവസിനെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നേറ്റ നിരയിലാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ലോങ് ആണ് ഇനി വരുന്ന ആഡ് ഓൺ ടൈമുകളെല്ലാം 90 മിനിറ്റായി. 90 മിനിറ്റിന് അടുത്തുകൊണ്ടിരിക്കുന്നു. സോ ഏറ്റവും പെട്ടെന്ന് യെല്ലോ കാർഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങി യെല്ലോ കാർഡ് ലഭിച്ച ഒരു റെക്കോർഡ് കൂടി അവരുടെ മുൻ ക്യാപ്റ്റൻ നെൽസൺ ആൽവസ് അവരുടെ ഏറ്റവും പ്രിയ താരത്തിന് ലഭിക്കാൻ പോകുന്നു. ടച്ച് ചെയ്തിട്ടില്ല. കളിക്കളത്തിലേക്ക് വന്നിട്ട് ഏറിയാൽ ഒരു 10-20 സെക്കൻഡേ ആവുന്നുള്ളൂ. അതിനിടയിൽ നെൽസൺ ആൽവസിന് യെല്ലോ. ഫ്രീ കിക്ക് അല്ലെങ്കിൽ സെക്കൻഡ് യെല്ലോ. നോ ഇറ്റ്സ് ഫോർ. എനിക്ക് തോന്നുന്നത് ഫ്രീ കിക്ക് നേടിയെടുത്തു. ഫൈസൽ അലി പക്ഷേ ക്ലിയറൻസ്, ബ്രൂണോയുടെ ലോങ് ക്ലിയറൻസ്. സോ ഇഞ്ചുറി ടൈം ഓൾമോസ്റ്റ് സമാപിക്കുകയാണ്. ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആതിഥേയരായ തൃശൂരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വീഴ്ത്തി ക്ലീൻ ഷീറ്റ് വിജയം നേടിയ കാലിക്കറ്റ് FC പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനം തിരിച്ചെടുക്കുകയാണ്. ഫുൾ ടൈം ഹിയർ ഇൻ ദ കോർപ്പറേഷൻ സ്റ്റേഡിയം. It is Thrissur Magic 0 and Calicut FC 1.